ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ദിലീപിൻ്റെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബ്രാഡ് പിറ്റ് അഭിനയിക്കുന്ന F1 എന്ന് പറഞ്ഞിട്ടുള്ള പടം എന്ന് വെച്ചാൽ ടോപ്പ് ഗൺ മാവറിക് എന്ന് പറഞ്ഞിട്ട് ടോം ക്രൂസ് അഭിനയിച്ച ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. നല്ല അഭിപ്രായം കിട്ടിയ പടമാണ്. ആ പടത്തിൻ്റെ ഡയറക്ടർ എടുക്കുന്ന പടം തന്നെയാണ്. ആ പടത്തിൻ്റെ റിലീസ് ജൂൺ 27 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പടത്തിൻ്റെ ട്രെയിലറും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ വീരധീര സൂരൻ, അവിടത്തിൻ്റെ തെലുങ്കിൽ വീരധീര സൂര എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അവിടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ തെലുങ്ക് വെർഷൻ്റെ. പിന്നെ ശക്തി തിരുമുഖൻ എന്ന് പറഞ്ഞിട്ടുള്ള വിജയൻ്റെ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. അത് 1 മില്യൺ+ വ്യൂസ് കഴിഞ്ഞു. പിന്നെ അസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഷ്യാമിൻ്റെ പടം മാർച്ച് 21 റിലീസാവുന്നുള്ള അറിയിച്ചു. പിന്നെ സിത്താര എന്റർടൈൻമെന്റ്സിന്റെ പ്രൊഡക്ഷൻ നമ്പർ 32 അഭിനയിക്കാൻ പോകുന്ന ആനന്ദ് ദേവരകൊണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ആളുടെ ബർത്ത്ഡേ വിഷുണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ മൈത്രി മൂവി മേക്കേഴ്സ് അടുത്തതായി എടുക്കാൻ പോണ പടങ്ങളിൽ പ്രദീപ് രംഗനാഥനെ വെച്ചിട്ടൊരു പടം ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു നായികയായിട്ട് മമിത ബൈജു വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ തലവതി വിജയുടെ സച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം അത് റിലീസിന് വരും എന്ന് പറഞ്ഞിരുന്നു ഏപ്രിലിൽ. എന്ന് വെച്ചാൽ സമ്മറിനെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്, ഏപ്രിൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സമ്മർ എന്ന് വെച്ചാൽ ഏപ്രിലാണ് വരും, അതുകൊണ്ടാണ് ഏപ്രിൽ എന്ന് പറഞ്ഞിരുന്നത്. എന്തായാലും ഏപ്രിൽ 17 പടം വരും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ പെല്ലിക്കനി പ്രസാദ് എന്ന് പറഞ്ഞിടത്തിന്റെ 6 days to go പോസ്റ്റർ വന്നു. പിന്നെ വിജയ് ദേവരകൊണ്ടയുടെ 12ാമത്തെ പടം, ആ പടത്തിന്റെ പേരാണ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ടീസർ പടത്ത് പുറത്തിറങ്ങിയാണ്. എന്തായാലും അതിൽ അനിരുദ്ധാണ് മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടീസറിന്റെ OST ചില ടീസർ മ്യൂസിക് പുറത്തിറക്കാൻ പോവാണ് ഈ മാർച്ച് 17 6:03. അപ്പോൾ അറിയിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് സംഭവം വന്നിട്ടുണ്ട്. പിന്നെ ഫയർഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഏപ്രിൽ 24 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നു. പിന്നെ ഷാജി കൈലാസ് അടുത്തായിട്ട് ഒരു പടം എടുക്കാൻ പോവാണ്. അതിന്റെ കഥ എഴുതുന്ന AK സാജ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ജോർജ് ജോർജ് ആണ് അതിൽ മെയിൻ കഥാപാത്രം എത്താൻ പോണത്. പടത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിൽ 15 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഏഷ്യന്റെ ടോക്സിക് എന്ന് പറഞ്ഞ പടത്തിൽ ആക്ഷൻ കൊറിയോഗ്രാഫി ആണ് JJ പെറി എന്ന് പറഞ്ഞിട്ടുള്ള ഹോളിവുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ആൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നല്ല ഏഷ്യനായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കാം, ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. പിന്നെ വിഷ്ണു വിശാലും മമിത ബൈജും മെയിൻ കഥാപാത്രങ്ങളായിരുന്നു പടം. സത്യജ്യോതി ഫിലിംസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന പടമാണ്. രവികുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഡയറക്ഷൻ ചെയ്യുന്ന പടമാണ്. എന്തായാലും ഈ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് പേരും വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 വാനം എന്നുള്ള രീതിയിലാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ നാനിയുടെ ദ പാരഡൈസ് എന്ന് പറഞ്ഞ പടത്തിൽ നാനിയുടെ അമ്മയെ എത്താൻ പോകുന്നത് രമ്യ കൃഷ്ണൻ എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അത് അവർ പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല, അങ്ങനെ കേൾക്കുന്നതാണ്. എന്തായാലും ന്യൂസ് പറഞ്ഞത് മാത്രം. പിന്നെ ഫർജി എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് അതിന്റെ സീസൺ 2 വരാൻ പോവാണ്. രാജൻ ഡിക്ക് എടുത്ത സീരീസ് ആയിരുന്നു. എന്തായാലും ഇതിന്റെ സീസൺ 2 വരാൻ പോവാണ്. ഈ വർഷം ലാസ്റ്റിലൊക്കെ ആയിട്ട് ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. രാശികണ്ണ ഒരു കാര്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയതുള്ള രീതിയിലാണ്. പിന്നെ എല്ലാവരും ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ സീസൺ 2 കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ലേറ്റ് ആവണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കൃഷി 4 സംഭവിക്കും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്, പക്ഷേ എപ്പോഴാണെന്നുള്ളതൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു വലിയ സംഭവമായിട്ടായിരിക്കും കൃഷി 4 വരിക എന്നുള്ള കേൾക്കുന്നുണ്ട് പലയിടത്തും. അപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ള മാത്രമേ ഉള്ളൂ. അത് കൃഷി 3 പോലെ വലിയ സംഭവമായിട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ജോൺ വിക്ക് ചാപ്റ്റർ 5 ആ പടത്തിന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ആ പടത്തിൽ കിയാനു റീവ്സ് ആയിരിക്കില്ല മെയിൻ കഥാപാത്രം എത്തുക എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ചാപ്റ്റർ 4 ആളുടെ അവസാനം കാണിച്ചാണ്. ഇനിയിപ്പോൾ എന്താ ഇതിൽ വരാൻ പോകണമെന്നുള്ള അറിയില്ല, എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ OG എന്ന് പറഞ്ഞിട്ടുള്ള പവൻ കല്യാൺ പടം, പവൻ കല്യാണിന്റെ വരാൻ പോണ പടങ്ങളിൽ ആ കൂടി പ്രതീക്ഷയുള്ള പടം OG എന്ന് പറഞ്ഞ പടമാണ്. ആ പടത്തിന് 2 ഭാഗം ഉണ്ടാവും. ആ 2 ഭാഗത്തിൽ അതിശേഷി ഒരു മെയിൻ കഥാപാത്രം എത്തും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വരില്ല എന്നുള്ളതൊക്കെ കണ്ടറിയാം. പിന്നെ ഗൗതം വാസുദേവ് മേനോന്റെ അടുത്ത ഡയറക്ഷനിൽ വരാൻ പോണ പടം, ആ പടത്തിൽ നായകനായി എത്തുന്നത് വിശാലായിരിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അതേമാതിരി ഹരീഷ് ജയരാജ് ആയിരിക്കും മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു രീതിയിലും കേൾക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഗൗതം വാസുദേവ് മേനോന് കാർത്തിനോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്, ഒരു ലവ് സ്റ്റോറി. അതിൽ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ജയമോഹൻ ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ വീട്ടിക്ക് വെന്ത് തൻ്റെത് കാട് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ സ്ക്രിപ്റ്റ് ചെയ്ത ആള് നല്ല പടം തന്നെയായിരുന്നത്. ചിലമ്പരസൻ ടിആറിന്റെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എന്തായാലും ആ ആളായിരിക്കും ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തത് എന്നുള്ള കേൾക്കുന്നുണ്ട്. ഇതെപ്പോൾ വരും എങ്ങനെ വരും എന്നുള്ളതൊന്നും അറിയില്ല, നടക്കുമെന്നുള്ള പോലെ അറിയില്ല. എന്തായാലും ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞിട്ടുള്ള പവൻ കല്യാണിന്റെ വേറെ പടം വരാനുള്ള പടം തന്നെയാണ്. മാർച്ച് 28 പടത്തിന്റെ റിലീസ് ഡേറ്റ് പറഞ്ഞ് കേട്ടിരുന്നത്. നീളാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. മെയ് 9 പടത്തിന്റെ റിലീസ് നീട്ടിച്ചിട്ടുള്ളത്. ഹാപ്പി ഹോളി എന്നുള്ള രീതിയിൽ പോസ്റ്റർ ഇറക്കിയാലാണ് അവർ മാറ്റിയത് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അത് പാർട്ട് 1 പടമാണ്, പാർട്ട് 2 ഉണ്ട് എന്നുള്ളവർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ പരശക്തി എന്ന് പറഞ്ഞിട്ടുള്ള പടം ശിവകാർത്തികൻ, രവിമോഹൻ, ശ്രീലീല, അഥർവ ഇവരൊക്കെ മെയിൻ കഥാപാത്രം എത്തുന്ന ആളാണ്. സുധാകരാണ് പടം എടുക്കുന്നത്. ഈ പടത്തിൽ ബേസിൽ ജോസഫ് ഒരു കഥാപാത്രം ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. എന്തായാലും സ്റ്റില്ല് കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റില്ലിൽ കാണുമ്പോൾ രവിമോഹന്റെ അടുത്ത് നിൽക്കുന്ന ബേസിൽ ജോസഫ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ആളുണ്ടെന്നുള്ള തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ജയസൂര്യയും വിനായകനും സണ്ണിവേനും ഭഗത് മാനുവലും ഇവരൊക്കെ മെയിൻ കഥാപാത്രങ്ങളായെത്തുന്ന ഒരു പടം വരുന്നുണ്ട്. പ്രിൻസ് ജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. അനുഗ്രഹീത ആന്റണി എന്ന് പറഞ്ഞ പടം ഡയറക്ഷൻ ചെയ്ത ആള്. എന്തായാലും അതിന്റെ പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പൃഥ്വിരാജിന്റെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ LT ഒമ്പരം എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ പുതിയതായിട്ടൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഇന്നലെ വേറെ പോസ്റ്റർ കാണിച്ചിരുന്നു, അതല്ലാതെ കുറേ ക്യാരക്ടേഴ്സിനെ കൂട്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ അപ്ഡേറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ ലൈക്കിനെ ഒഴിവാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈക്ക് അതിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ. ലൈക്ക് അതിന്റെ കൂടെ ഉണ്ട്. അതേമാതിരി ശ്രീഗോകുലം മൂവീസും ഉണ്ട്, പിന്നെ ആശീർവാദ് സിനിമാസ് ഉണ്ട്. ഇവർ 3 ആൾക്കാരും കൂടിയിട്ട് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ ഇതാണ്, ഗംഭീര പോസ്റ്റർ ആയിട്ട് തന്നെയാണ് തോന്നിയത്. മെയിൻ കഥാപാത്രങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പോസ്റ്ററാണ്. എന്തായാലും ഓവർസീസിലുള്ള ആൾക്കാർ ഈ പടം എടുത്തിട്ടുള്ള 30 കോടിക്കാന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയില്ല. അങ്ങനെയാണെങ്കിൽ വലിയ തൂക്കം തന്നെയാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തൂക്കം ഏകദേശം 15 കോടിയുടെ അടുത്തേക്കാണ്. അതിന്റെ ഡബിൾ ആയിട്ടാണ്
ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഒരു വലിയ തുകയ്ക്ക് തന്നെയാണ് വിറ്റ് പോയിട്ടുള്ളത്. പിന്നെ UK ഈ പടം പ്രീമിയറിന് ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. നടക്കില്ല എന്നുള്ളത് കണ്ടതിനെ അറിയണം. പിന്നെ ലോകേഷ് കനകരാജിൻ്റെ ബർത്ത്ഡേയായിട്ട് കാർത്തി ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. കട എന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത കട അല്ല, അറിയണ്ടായിരിക്കും ചിലർക്ക്. ഈ കയ്യും പെട്ടെന്ന് ഇടിവെള്ളം ഉണ്ടല്ലോ, അതാണ് സംഭവം. അത് ആൾക്ക് ഗിഫ്റ്റായി കൊടുത്തുകൊണ്ടുള്ള ഫോട്ടോ ആണ് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും കാർത്തി ഫോട്ടോ ഇട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ദില്ലി റിട്ടേൺസ്, ലെറ്റ് ഇറ്റ് ബി അനദർ ഫെൻറ്റാസ്റ്റിക് ഇയർ എന്നുള്ള രീതിയിലാണ്. അതേമാതിരി ലോകേഷ് കനകരാജ് അതിന് റിട്ടേൺ ആയി കൊടുത്തിട്ടുള്ളത് താങ്ക് യു സോ മച്ച് കാർത്തി സാർ, ലെറ്റ്സ് ബ്രിങ് ബാക്ക് ദില്ലി വിത്ത് എ ബാങ്ങർ. ബാങ്ങർ എന്ന് വെച്ചാൽ ഒരു പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള സാധനമാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ബാങ്കറിന് വായിച്ചെന്നുള്ളൂ. ആൻഡ് താങ്ക് യു ആസ് വെൽ ഫോർ മൈ ബർത്ത്ഡേ ഗിഫ്റ്റ്, മൈ ന്യൂ കട എന്നുള്ള രീതിയിലാണ് ആൾ കൊടുത്തിട്ടുള്ളത്. എന്തായാലും കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ പടം ഈ വർഷം ഷൂട്ട് തുടങ്ങില്ല എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ തുടങ്ങുന്നുള്ളതിനാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ തുടങ്ങിയില്ലെങ്കിൽ തന്നെ 2026 ഫസ്റ്റിലായിട്ട് തുടങ്ങിയിട്ട് 2026 തന്നെ റിലീസ് ഉണ്ടാവുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും പടത്തിന് വരുന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ കൈദി എന്ന് പറഞ്ഞാൽ പടത്തിന്റെ ഫസ്റ്റ് പാർട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഡ്രീം വാരി പിക്ചേഴ്സ് ആണ്. പക്ഷേ സെക്കൻഡ് പാർട്ടിക്ക് വരുമ്പോൾ കെവിൻ പ്രൊഡക്ഷൻസും അതിന്റെ കൂടെ ഉണ്ടാവുന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വെച്ചാൽ കാർത്തി പോസ്റ്റ് ഇട്ടതിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡ്രീം വേരി പിക്ചേഴ്സിനും കെവിൻ പ്രൊഡക്ഷൻസിനും. അപ്പോൾ രണ്ടാൾക്കാർ കൂടിയിട്ടായിരിക്കും കൈദി 2 പ്രൊഡക്ഷൻ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.